ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാനത്തിലൂടെ കനാൻ പ്രവേശനത്തിൻ്റെ ഭാഗമായി പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളിച്ചു. അവരോട് പറയുകയാണ്, ഫറവോൻ ജനത്തെ കഷ്ടപ്പെടുത്തിയപ്പോൾ ജനം മോശയ്ക്കും അഹരോനും എതിരായിട്ട് പ്രയാസപ്പെടുത്തിയപ്പോൾ ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, അവർ തന്നെ വിടും, ജനത്തെ വിടും, വിട്ട് കളയാതെ ഒക്കുകയില്ല. 2-ാം വാക്യത്തിൽ ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. 4-ാം വാക്യത്തിൽ അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രൈമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കും. കാരണം ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിട്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മൾ നിവർത്തിക്കും. ചിലപ്പോൾ നാളുകൾ കഴിഞ്ഞായിരിക്കും നിവർത്തിക്കുന്നത്, ചിലപ്പോൾ കഷ്ടപ്പെടുത്തും. ആ വാഗ്ദത്തം നമ്മൾ പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും. 6-ാം വാക്യത്തിൽ അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ, ഞാൻ യഹോവ ആകുന്നു, ഞാൻ നിങ്ങളെ മിസ്രൈമിയുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷ വിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ശിക്ഷാവിധികൾ അനുഭവിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. കഷ്ടപ്പെട്ടാണോ ജീവിതത്തിൽ വളർച്ച അനുഗ്രഹിക്കപ്പെടുന്നത്. ഏത് മേഖലകളിലാണെങ്കിലും ജീവിതത്തിൽ ആ മേഖലകളെ വിശ്വസ്തമായി കൈകാര്യം ചെയ്യുന്നവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും. 7-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമിയുടെ ഊഴവയിൽ നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങളറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. അത് പൂർണ്ണമായി ഉറപ്പ് കൊടുക്കുകയാണത്. ഞാൻ യഹോവ ആകുന്നു. മോശ അങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട്, കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. കാരണം ഈ ത്യാഗം സഹിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കുകയില്ല. ദൈവത്തിൻ്റെ സംഭാഷണത്തിൽ ത്യാഗത്തിൻ്റെ ഭാരത്തിൽ പ്രയാസം വരും. ഇത് പറഞ്ഞിട്ട് പിന്നെയും 10-ാം വാക്യത്തിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ ചെന്ന് മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ എന്ന് കൽപ്പിച്ചു. പിന്നെയും പറഞ്ഞു വിടുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും പറയുക. അതിന് മോശ, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെയാണ് കേൾക്കുന്നത്? 11-ാം വാക്യത്തിൽ അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്കും മിസ്രയീം രാജാവായ ഫറവോൻ്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു. പിന്നെ ദൈവം അയക്കുക. അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ ഇസ്രായേലിൻ്റെ ആദിജാതനായ രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ഇവ രൂബേൻ്റെ കുലങ്ങളാണ്. ശിമയോൻ്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഹത്ത്, യാഖീർ, സോഹർ. കനാന്യ സ്ത്രീയുടെ മകനായ ശൗൽ. ഇവ ശിമയോൻ്റെ കുലങ്ങൾ. വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഗർഷോൻ, കഹാത്ത്, മെരാരി. ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അപ്പോൾ ഗർഷോൻ്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമെയും ആയിരുന്നു. കഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിൻ്റെ ആയുഷ്കാലം 130 സംവത്സരം. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. ഇവർ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങളാവും. അമ്രാം തൻ്റെ പിതാവിന്
സഹോദരിയായ യാഗദേവിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. മോശയുടെ അമ്മയുടെ പേരാണ് യോഖേബേദിനെ വിവാഹം കഴിച്ച് അമ്രാം തൻ്റെ പിതാവിൻ്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ച് അവളവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 സംവത്സരം. ഇസ്ഹാരിൻ്റെ പുത്രന്മാർ കോരഹ്, നേഹ്, സിക്രി. ഉസിയേലിൻ്റെ പുത്രന്മാർ മിശായേൽ, എൽസാഫാർ, സിമ്രി. അഹരോൻ അമ്മീനാദാവിൻ്റെ മകളും നഹശോൻ്റെ സഹോദരിയുമായ എലീശബയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവൾ അവന് നാദാബ്, അബീഹു, എലയാസാർ, ഈദാമാർ എന്നിവരെ പ്രസവിച്ചു. കോരഹിൻ്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാബ്. ഇവ കോരാഹിയ കുലകൾ. അഹരോൻ്റെ മകനായ എലയാസാർ ഫുദിയേലിൻ്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവളവന് ഫിനഹാസിനെ പ്രസവിച്ചു. ഇവർ കുലങ്ങളുമായി ലേവ്യ കുടുംബ തലവന്മാർ ആകുന്നു. നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിപ്പീരെന്ന് യഹോവ കൽപ്പിച്ചു. അതിൻ്റെ ഓർഡർ എടുത്താണ്. അഹരോനും മോശയും ഇവർ തന്നെ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ. ഈ മോശ അഹരോനെയാണ് ഇതിൽ നിന്ന് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് മോശയോട് അരുളി ചെയ്ത നാളിൽ, ഞാൻ യഹോവ ആകുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിസ്രയീം രാജാവായ ഫറവോനോട് പറയണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതിന് മോശെ, ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ, ഫറവോൻ എൻ്റെ വാക്കെങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. എപ്പോഴും മോശ ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വയ്യേ ഇത് തന്നെ നമ്മളും പറയുന്നത്. എന്നെക്കൊണ്ടൊന്നിനും കൊടുക്കുകയില്ല, എന്നെക്കൊണ്ട് കഴിവില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മോശ പിന്നെയും ദൗത്യം തുടരുകയാണ്, കനാനിലേക്കുള്ള പ്രവേശനം തുടരുകയാണ്. നമ്മുടെ ജീവിതയാത്രയിലും കനാൻ പ്രവേശനത്തിൽ നമ്മൾ പോകുമ്പോൾ പ്രവേശിക്കണമെങ്കിൽ നമ്മൾക്ക് ധാരാളം കഷ്ടപ്പാടുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എന്നാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ കുലമായിട്ട് കുടുംബമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കുടുംബമാണ്. പുതിയ നിയമ ഇസ്രായേലായ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കുടുംബമാണെന്ന് മനസ്സിലാക്കുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരുടെ മേലും ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് അത്ഭുതകരമായി അവരെ വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. കർത്താവിൻ്റെ കരുണകൃപ എല്ലാവർക്കും ഒരുപോലെ നോമ്പിലൂടെ ഞങ്ങൾക്ക് കനാനിൽ പ്രവേശിക്കുവാനുള്ള പ്രവേശന കവാടം ഒരുക്കി തരണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.